ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 12th ചാപ്റ്ററായ വീരാംഗന പന്നാദായ, വീരവനിതയായ പന്നാദായ. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. षोडशे शतके मेवाडनगरे महाराणा संग्राम सिंहः इति सुविख्यातः महाराजः आसीत्. 16-ാം നൂറ്റാണ്ടിൽ മേവാഡ് നഗരത്തിൽ മഹാറാണ സംഗ്രാം സിംഗ് എന്ന പ്രസിദ്ധനായ മഹാരാജാവ് ഉണ്ടായിരുന്നു. തസ്യ ദൗ പുത്രൗ വിക്രമാദിത്യഃ ഉദയസിംഹഃ ച ആസ്താം. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, വിക്രമാദിത്യനും ഉദയസിംഹും. മഹാറാണ സംഗ്രാം സിംഹസ്യ ഭ്രാത പൃഥ്വിരാജഃ. മഹാറാണ സംഗ്രാം സിംഗിൻ്റെ സഹോദരൻ പൃഥ്വിരാജ്. അതായത് മഹാറാണ സംഗ്രാം സിംഗിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു പൃഥ്വിരാജ്. ബൻബീരഃ പൃഥ്വിരാജസ്യ 18 പുത്രേഷു അന്യതമഃ. ബൻബീർ പൃഥ്വിരാജിൻ്റെ 18 മക്കളിൽ ഒരാളായിരുന്നു. സഹ ബൻബീരഃ, ആ ബൻബീർ മഹാറാണ സംഗ്രാം സിംഹസ്യ പ്രഥമം പുത്രം, മഹാറാണ സംഗ്രാം സിംഗിൻ്റെ ആദ്യത്തെ മകനായ വിക്രമാദിത്യനെ ഛലേന, ചതിയിലൂടെ, മാറിത്വ, കൊലപ്പെടുത്തി, മേവാഡസ്യ ശാസനം അക്രോത്, മേവാഡിൻ്റെ ഭരണം ഏറ്റെടുത്തു. അതായത് മേവാഡ് ഭരിക്കാനായി തുടങ്ങി. തതഃ പരമപി, എന്നിട്ട് അതിന് ശേഷവും, സഹ ദുഷ്ടബുദ്ധി, ആ ദുഷ്ടബുദ്ധി, അചിന്തയത്, ചിന്തിച്ചു, യത്, അതായത് അഹം ഏകഃ ഏവ ഉത്തരാധികാരി ഭവേയം, ഞാൻ തന്നെ ആയിരിക്കണം ഒരേ ഒരു ഉത്തരാധികാരി, ന കോവാപി മമ പ്രതിസ്പർദ്ധി സ്യാതിഥി, എനിക്ക് വേറെ ഒരു എതിരാളിയും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇങ്ങനെ ചിന്തിച്ചു. അതഃ, അതുകൊണ്ട്, കഥാചിത് രാത്രോ, അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ, സഹ ഉദയസിംഹം മാരയിത്വം കുതന്ത്രം അരചയത്, അങ്ങനെ അവൻ ഉദയസിംഹനെ കൊല്ലാനായി പ്ലാനിങ് ഉണ്ടാക്കി. തത് ജ്ഞാത്വ പന്നദായ, ഇതറിഞ്ഞ പന്നദായ, ഉദയസിംഹസ്യ ശയനസ്ഥാനെ, ഉദയസിംഹൻ ഉറങ്ങുന്നിടത്ത്, സ്വപുത്രം ചന്ദനം ഷായിത്വതി, സ്വന്തം മകനായ ചന്ദനെ എന്ത് ചെയ്തു? കിടത്തി ഉറക്കി. സാ തസ്യ ദുഷ്പരിണാമം ജാനാതി സ്മ, അവൾക്ക് അതിൻ്റെ ദുഷ്പരിണാമത്തെക്കുറിച്ച് അറിയാമായിരുന്നു, ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമായിരുന്നു. ബൻവീരഃ ഉദയസിംഹസ്യ ശയനാഗാരം ആഗച്ഛത്, ബൻവീർ ഉദയസിംഹ ഉറങ്ങുന്നിടത്തേക്ക് വന്നു. തത്ര, അവിടെ, സുപ്തഃ ചന്ദനഃ ഏവ ഉദയസിംഹഃ ഇതി മത്വാ, ഉറങ്ങിക്കിടക്കുന്ന ചന്ദൻ ഉദയസിംഹ ആണെന്ന് കരുതിയിട്ട്, ബൻവീർ ചന്ദനം അമ്മാരയത്, ബൻവീർ ചന്ദനെ കൊന്നു. പന്നാദായായാः നിർണയഃ അകൽപ്പനീയ ആസീത്, പന്നാദായയുടെ ഡിസിഷൻ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. വ്യക്തിഹിതം ന രാഷ്ട്രഹിതം ഏവ ശ്രേഷ്ഠമിതി സ ജാനാതി സ്മ, വ്യക്തിഹിതമല്ല രാഷ്ട്രഹിതമാണ് ശ്രേഷ്ഠമെന്ന് അവൾക്കറിയായിരുന്നു. തസ്യാഹ പുത്രസ്തു ദിവംഗതഃ പരം സാ മേവാഡ് രാജ്യം ബനവീരസ്യ കുതന്ത്രാത് ആരക്ഷത്, അവളുടെ മകനാണെങ്കിൽ മരണപ്പെട്ടു, പക്ഷേ അവൾ മേവാഡ് രാജ്യത്തെ ബൻവീറിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. കാലാന്തരെ സഹ ഏവ ഉദയസിംഹഃ, കുറേ കാലം കഴിഞ്ഞ്, കാലത്തിനപ്പുറം അതേ ഉദയസിംഹ യുദ്ധത്തിൽ ബൻവീരം ഹത്വ, ബൻവീറിനെ വധിച്ച്, മേവാഡ് രാജ്യസ്യ രാജാഭവത്, മേവാഡിൻ്റെ രാജാവായി. തസ്യ പുത്രഃ ഏവ പരാക്രമി യോദ്ധ മഹാറാണ പ്രതാപഃ, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പരാക്രമിയായ യോദ്ധാവ് മഹാറാണ പ്രതാപ്. സഹ പ്രതാപഃ ശൗര്യേണ ഭാരതീയാനാം ഹൃദയെ ചിരം സ്ഥാനം പ്രാപ്നോത്, അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, ആ പ്രതാപ് ശൗര്യത്താൽ ഭാരതീയരുടെ ഹൃദയത്തിൽ കാലങ്ങളോളം ഓർത്തു വയ്ക്കുന്ന രീതിയിലുള്ള സ്ഥാനം നേടി. കഥ്യതേവ, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. എങ്ങനെ? യദി പന്നാദായ സ്വപുത്രസ്യ ബലിദാനം ന കരിഷ്യത് തർഹി ഉദയസിംഹഃ ന അഭവിഷ്യത്, യദി ഉദയസിംഹഃ ന അഭവിഷ്യത് തർഹി മഹാറാണ പ്രതാപഃ അപി ന അഭവിഷ്യത്. അതായത് പന്നാദായി തൻ്റെ സ്വന്തം മകൻ്റെ ബലി നൽകിയില്ലായിരുന്നെങ്കിൽ ഉദയസിംഹൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ മഹാറാണ പ്രതാപും ഉണ്ടാകുമായിരുന്നില്ല.
പന്നാദായായാः ത്യാഗः ശൗര്യം ച ജഗതി ആ ചന്ദ്രാർക്കം തിഷ്ഠതി. അതായത് ഇവിടെ പറയാണ്, പന്നാദായിയുടെ ത്യാഗവും വീര്യവും ലോകത്തിൽ ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ഭാരതീയ ഇതിഹാസേ വീരാംഗനാനാം ഗണനാസു പന്നാദായ മഹത്തം സ്ഥാനം പ്രാപ്നോത്. ഭാരതീയ ചരിത്രത്തിൽ വീരവനിതകളുടെ എണ്ണത്തിൽ പന്നാദായിക്ക് ഏറ്റവും മഹത്തായ, ഏറ്റവും ഉന്നതമായ സ്ഥാനമാണുള്ളത്. പന്നാദായായാഹ ബലിദാനം സർവാൻ. പന്നാദായിയുടെ ബലിദാനം എല്ലാവരെയും. ശൗര്യം രാഷ്ട്രഭക്തിം കർത്തവ്യനിഷ്ഠാം ബലിദാനം വിവേകം ച ശിക്ഷയതി. ശൗര്യം, രാഷ്ട്രഭക്തി, കർത്തവ്യനിഷ്ഠ, ബലിദാനം, വിവേകം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നു. ഉച്യതേവ പറയപ്പെടുന്നത്, യദി പന്നാദായ ന ഭവിഷ്യത് തർഹി കുതോ റാണാ പ്രതാപഃ. പന്നാദായ ഉണ്ടായിരുന്നില്ലെങ്കിൽ എവിടുന്ന് ഉണ്ടായേനേം റാണാ പ്രതാപ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സെല്ലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓളം ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അദ്ധഃ പ്രദത്താനാം പ്രശ്നാനാം ഏകപദേന ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി വൺ വേർഡിൽ ആൻസർ എഴുതുക. രാജസ്ഥാനസ്യ വീരാംഗനാസു കസു വിഖ്യാത. രാജസ്ഥാനിലെ വീര വനിതകളിൽ ആരാണ് പ്രസിദ്ധ? പന്നാദായ. ഉദയസിംഹഃ കസ്യ പുത്രഃ. ഉദയസിംഹൻ ആരുടെ മകനാണ്? സംഗ്രാം സിംഹസ്യ. സംഗ്രാം സിംഗിൻ്റെ. ബനവീരഃ കം മാരയിതും കുതന്ത്രം അരചയത്. ബൻവീർ ആരെ കൊലപ്പെടുത്താനായിട്ടാണ് കുതന്ത്രം രചിച്ചത്? ഉദയസിംഹ. കാലാന്തരെ കഹ മേവാഡസ്യ രാജാഭവത്. കാലങ്ങൾക്കപ്പുറം ആരാണ് മേവാടിൻ്റെ രാജാവായത്? ഉദയസിംഹഃ. ഉദയസിംഹ. പന്നാദായായാഹ നിർണയഃ കീദൃശഃ ആസീത്. പന്നാദായയുടെ ഡിസിഷൻ എത്തരത്തിലുള്ളതായിരുന്നു? അകൽപ്പനീയ, സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്. മഹാറാണ പ്രതാപഃ കേഷാം ഹൃദയെ ചിരം സ്ഥാനം പ്രാപ്നോത്. മഹാറാണ പ്രതാപ് ആരുടെ ഹൃദയത്തിലാണ് കാലങ്ങളോളം സ്ഥാനം പ്രാപ്തമാക്കിയത്? ഭാരതീയാനാം, ഇന്ത്യൻസിൻ്റെ. അടുത്ത ചോദ്യം നോക്കാം. അദ്ധഃ പ്രദത്താനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെന്റൻസിൽ ആൻസർ എഴുതുക. പന്നാദായ കസ്യ അദ്വിതീയം ഉദാഹരണമസ്തി. പന്നാദായ എന്തിൻ്റെ അതുല്യമായ ഉദാഹരണമാണ്? പന്നാദായ ത്യാഗസ്യ ശൗര്യസ്യ ച അദ്വിതീയം ഉദാഹരണമസ്തി. പന്നാദായ ത്യാഗത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും അതുല്യമായ ഉദാഹരണമാണ്. മഹാറാണ സംഗ്രാം സിംഹസ്യ പുത്രൗ കൗ ആസ്താം. മഹാറാണ സംഗ്രാം സിംഗിൻ്റെ മക്കൾ ആരൊക്കെയായിരുന്നു? മഹാറാണ സംഗ്രാം സിംഹസ്യ ദൗ പുത്രൗ വിക്രമാദിത്യഃ ഉദയസിംഹഃ ച ആസ്താം. മഹാറാണ സംഗ്രാം സിംഗിന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരായിരുന്നു വിക്രമാദിത്യനും ഉദയസിംഹവും. ദുഷ്ടബുദ്ധിഃ ബൻവീരഃ കിം അചിന്തയത്. ദുഷ്ടബുദ്ധിയായ ബൻവീർ എന്താണ് ചിന്തിച്ചത്? ദുഷ്ടബുദ്ധിഃ ബൻവീരഃ അചിന്തയത് യത്. ദുഷ്ടബുദ്ധിയായ ബൻവീർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, അഹം ഏകഃ ഏവ ഉത്തരാധികാരി ഭവേയം ന കോപി മമ പ്രതിസ്പർദ്ധി സ്യാത് ഇതി. ഞാൻ തന്നെ ഏക ഉത്തരാധികാരിയാകണം, ആയിരിക്കണം, എനിക്ക് വേറൊരു എതിരാളിയും പാടില്ല എന്ന്. ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വാ പന്നാദായ കിം അക്രോത്. ബൻവീറിൻ്റെ കുതന്ത്രം അറിഞ്ഞ് പന്നാദായ എന്താണ് ചെയ്തത്? ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വാ പന്നാദായ ഉദയസിംഹസ്യ ശയനസ്ഥാനെ സ്വപുത്രം ചന്ദനം ശായിത്വതി. ബൻവീറിൻ്റെ കുതന്ത്രം അറിഞ്ഞ പന്നാദായ ഉദയസിംഹൻ ഉറങ്ങുന്ന സ്ഥലത്ത് സ്വന്തം മകനായ ചന്ദനെ ഉറക്കിക്കിടത്തി.
അടുത്ത ചോദ്യം നോക്കാം. അചന്ദ്രാർക്കം കിം തിഷ്ഠതി? ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം എന്താണ് നിലനിൽക്കുന്നത്? പന്നദായായാഹ ത്യാഗഃ ശൗര്യഃ ച ജഗതി അചന്ദ്രാർക്കം തിഷ്ഠതി. പന്നദായയുടെ ത്യാഗവും ശൗര്യവുമാണ് ലോകത്ത് ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക. പന്നദായായാഹ ബലിദാനം കിം ശിക്ഷയതി? പന്നദായയുടെ ബലിദാനം എന്താണ് പഠിപ്പിക്കുന്നത്? പന്നദായായാഹ ബലിദാനം സർവാൻ ശൗര്യം രാഷ്ട്രഭക്തിം കർത്തവ്യനിഷ്ഠാം ബലിദാനം വിവേകം ച ശിക്ഷയതി. പന്നദായയുടെ ബലിദാനം എല്ലാവരെയും ശൗര്യം, രാഷ്ട്രഭക്തി, കർത്തവ്യനിഷ്ഠ, ബലിദാനം, വിവേകം എന്നിവ പഠിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം ഉചിതൈഹി പദൈഹി റിക്തസ്ഥാനാനി പൂരയന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ഉചിത പദങ്ങൾ ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അമിലത്, അമിലതാം, അമിലൻ. അവദഃ, അവദതം, അവദത്. അഖാദഃ, അഖാദതം, അഖാദത്. അലിഖത്, അലിഖതാം, അലിഖൻ. അരക്ഷം, അരക്ഷാവ്, ആരക്ഷാമ. അപിബമഃ, അപിബതം, അപിബത്. അപൃച്ഛം, അപൃച്ഛാവ്, അപൃച്ഛാമ. അമാരയത്, അമാരയതാം, അമാരയൻ. അഭവം, അഭവാവ്, അഭവാമ. അടുത്ത ചോദ്യം നോക്കാം. വാക്യാനി പഠിത്വാ ഉദാഹരണാനുസാരം വചനപരിവർത്തനം കുറുവന്തു. സെൻറ്റൻസ് വായിച്ചിട്ട് ഉദാഹരണം തന്നനുസരിച്ച് വചനപരിവർത്തനം ചെയ്യുക. ഏകവചനം തന്നിട്ടുണ്ട്, ദ്വിവചനം ബഹുവചനമാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. സഹശാലാം അഗച്ഛത്. അവൻ സ്കൂളിൽ പോയി. ദ്വിവചനം എങ്ങനെയാവും? തൗ ശാലാം അഗച്ഛതാം. രണ്ടുപേര് സ്കൂളിൽ പോയി. അവർ രണ്ടുപേര് സ്കൂളിൽ പോയി. ബഹുവചനം എങ്ങനെ വരിക? തേ ശാലാം അഗച്ഛൻ. അവരെല്ലാവരും കൂടി സ്കൂളിൽ പോയി. ബാലിക പദ്യം അലിഖത്. പെൺകുട്ടി പദ്യം എഴുതി. ബാലികെ പദ്യം അലിഖതാം. രണ്ട് പെൺകുട്ടികൾ പദ്യം എഴുതി. ബാലികാഹ പദ്യം അലിഖൻ. ഏറെ പെൺകുട്ടികൾ പദ്യം എഴുതി. ശിക്ഷകഃ അവദത്. സാറ് പറഞ്ഞു, അതായത് ടീച്ചർ പറഞ്ഞു. ദ്വിവചനമാവുമ്പോൾ ശിക്ഷകൗ അവദതാം. രണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു. ശിക്ഷകാഹ് അവദൻ. ഏറെ ടീച്ചേഴ്സ് പറഞ്ഞു. സ ചിത്രം അപശ്യത്. അവൾ ചിത്രം കണ്ടു. തേ ചിത്രം അപശ്യതാം. അവർ രണ്ടുപേര് ചിത്രം കണ്ടു. താഹ ചിത്രം അപശ്യൻ. അവരെല്ലാം ചിത്രം കണ്ടു. ത്വം അക്രീഡഃ. നീ കളിച്ചു. യുവാം അക്രീഡതാം. നിങ്ങൾ രണ്ടുപേരും കളിച്ചു. യൂയം അക്രീഡത്. നിങ്ങളെല്ലാവരും കളിച്ചു. ത്വം ജലം അനയഃ. നീ വെള്ളം കൊണ്ടുവന്നു. യുവാം ജലം അനയതം. നിങ്ങൾ രണ്ടുപേരും വെള്ളം കൊണ്ടുവന്നു. യൂയം ജലം അനയത്. നിങ്ങളെല്ലാവരും ജലം കൊണ്ടുവന്നു. അഹം മന്ദിരം അകച്ചം. ഞാൻ അമ്പലത്തിൽ പോയി. ആവാം മന്ദിരം അകച്ചാവ്. ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയി. വയം മന്ദിരം അകച്ചാമ. ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി. അഹം മധുരം അഖാദം. ഞാൻ മധുരം കഴിച്ചു. ആവാം മധുരം അഖാദാവ്. ഞങ്ങൾ രണ്ടുപേരും മധുരം കഴിച്ചു. വയം മധുരം അഖാദാമ. അഖാദാമ എന്താണ്? ഞങ്ങൾ എല്ലാവരും മധുരം കഴിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉദാഹരണാനുസാരം രേഖാങ്കിതാനി പദാനി ആശ്രിത്യ പ്രശ്നനിർമ്മാണം കുറുവന്തു. ഉദാഹരണം തന്നതനുസരിച്ച് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. മഹാറാണ സംഗ്രാം സിംഹസ്യ ഭ്രാത പൃഥ്വിരാജഃ. മഹാറാണ സംഗ്രാം സിംഗിന്റെ സഹോദരൻ പൃഥ്വിരാജ്. ആരുടെ സഹോദരനാണ് പൃഥ്വിരാജ്? കസ്യ ഭ്രാത പൃഥ്വിരാജഃ. സ അചിന്തയത്. അവൻ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ എന്താ വരിക? ആരാണ് ചിന്തിച്ചത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം കഹ അചിന്തയത്. ശയനസ്ഥാനെ ചന്ദനം ശായിത്വതി. ഉറങ്ങുന്നിടത്ത് ചന്ദനെ കിടത്തി ഉറക്കി. എവിടെയാണ് ചന്ദനെ കിടത്തി ഉറക്കിയത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എന്തെഴുതും? കുത്ര ചന്ദനം ശായിത്വതി. അല്ലെങ്കിൽ എഴുതാം
ചന്ദനം കുത്ര ശായിത്വത്തി. അടുത്ത നോക്കാം. രാഷ്ട്രഹിതം ശ്രേഷ്ഠം. രാഷ്ട്രഹിതമാണ് ശ്രേഷ്ഠം. എന്താണ് ശ്രേഷ്ഠം എന്ന് ചോദ്യം വരാം. എന്തെഴുതും? കിം ശ്രേഷ്ഠം. ബൻവീർ ചന്ദനം അമാരയത്. ബൻവീർ ചന്ദനെ വധിച്ചു. ബൻവീർ ആരെയാണ് വധിച്ചത് എന്നാണ് ചോദ്യം പറയേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ബൻവീർ കം അമാരയത്. തസ്യാഹ നിർണയ അകൽപ്പനീയ ആസീത്. അവളുടെ നിർണയം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. ആരുടെ നിർണയമാണ് സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എന്തെഴുതും? കസ്യാഹ നിർണയ അകൽപ്പനീയ ആസീത്. ഉദയസിംഹ മേവാഡസ്യ രാജ അഭവത്. ഉദയസിംഹ മേവാടിൻ്റെ രാജാവായി. ആരാണ് മേവാടിൻ്റെ രാജാവായത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? കഹ മേവാഡസ്യ രാജാ അഭവത്. മമ പ്രതിസ്പർദ്ധി നാസ്യാത്. എനിക്കെതിരാളി ഉണ്ടാകരുത്. ആട്ടെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ആരുടെ എതിരാളിയാണ് ഉണ്ടാകാതിരിക്കേണ്ടത്? അപ്പം എങ്ങനെ എഴുതും? കസ്യ പ്രതിസ്പർദ്ധി നാസ്യാത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം അദ്ധഃ പ്രദത്താനാം പദാനാം സന്ധിം കുറുവന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന പദങ്ങൾ സന്ധി ചെയ്ത് എഴുതുക. വിദ്യ അധികം അഭ്യാസഃ വിദ്യാഭ്യാസഃ. മമ അധികം അപി മമാപി. വിദ്യ അധികം അർത്ഥി വിദ്യാർത്ഥി. സഹ അധികം അനുഭൂതിഃ സഹാനുഭൂതിഃ. കവി അധികം ഇന്ദ്രഃ കവീന്ദ്രഃ. ഗിരി അധികം ഈശഃ ഗിരീശഃ. വേദഃ അധികം അലങ്കാരഃ വേദാലങ്കാരഃ. ദൈത്യഃ അധികം അരിഃ ദൈത്യാരിഃ. സു അധികം ഉക്തിഃ സൂക്തിഃ. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം അദ്ധഃ പ്രദത്താനി വാക്യാനി വർത്തമാനകാലേ ലട്ലകാരെ പരിവർത്തയന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാക്കി എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അത് പ്രസൻറ്റ് ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പന്നാദായ രാജ്യം അരക്ഷത്. പന്നാദായ രാജ്യത്തെ രക്ഷിച്ചു. പന്നാദായ രാജ്യം രക്ഷതി. പന്നാദായ രാജ്യത്തെ രക്ഷിക്കുന്നു. ഉദയസിംഹ വീരഃ ആസീത്. ഉദയസിംഹൻ വീരനായിരുന്നു. ഉദയസിംഹ വീരഃ അസ്തി. ഉദയസിംഹൻ വീരനാണ്. അഹം തത് സർവം അപശ്യം. ഞാനതെല്ലാം കണ്ടു. ഇതെങ്ങനെയാ പ്രസന്റ് ടെൻസിൽ എഴുതുക? അഹം തത് സർവം പശ്യാമി. ഞാനതെല്ലാം കാണുന്നു. ബൻവീർ കുതന്ത്രം അക്രോത്. ബൻവീർ കുതന്ത്രം ചെയ്തു. ബൻവീർ കുതന്ത്രം കരോതി. ബൻവീർ കുതന്ത്രം ചെയ്യുന്നു. ത്വം ശയനസ്ഥാനം അഗച്ഛഃ. നീ ഉറങ്ങുന്നിടത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ പ്രസന്റ് ടെൻസ് എങ്ങനെ വരിക? ത്വം ശയനസ്ഥാനം ഗച്ഛസി. നീ ഉറങ്ങുന്നിടത്ത് പോകുന്നു. തേ കഥാം അപഠൻ. അവർ കഥ വായിച്ചു. തേ കഥാം പഠന്തി. അവർ കഥ വായിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൺ ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.